പണ്ട് ഇതേപോലെ പണ്ട് സ്റ്റേജസിലൊക്കെ പോകുമ്പോൾ എന്നെ കൈപിടിച്ച കയറി പറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര വിഷമമുണ്ടറിയാം. നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നു. ഇവർക്ക് ചെറിയ ടാസ്ക് ഒക്കെ നമുക്ക് കൊടുത്താലോ? റെഡിയാണോ? അതിനു മുന്നേ ആരതി കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ആരതി, എന്ത് ഫീൽ ചെയ്തു പറഞ്ഞോ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഇനോഗ്രേഷൻ ചേട്ടൻ്റെ കൂടെ. ഭയങ്കര സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയതിൽ. സിലിക്കോൺ ഹൈപ്പർ മാർക്കറ്റിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. സിലിക്കോൺ ഹൈപ്പർ മാർക്കറ്റിന് എല്ലാ ആശംസകളും നേർന്നു. ഈ ഒരു സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഇത്രയും ക്രൗഡ്, അതുപോലെ ഇത്രയും വലിയ സ്റ്റേജ്, റോബിനായിട്ടൊക്കെ കയറുമ്പോൾ ആ ഒരു ഫീൽ എന്താണ്? ആക്ച്വലി റോബിനെ ആദ്യം കണ്ട ഫീല് തന്നെയാണോ ഇപ്പോഴും ആ ഒരു ഫീലോടെയാണോ കയറിയത്? എന്താണ് ഒറ്റ കാര്യം പറഞ്ഞിട്ടാ അലറി പൊളിക്കില്ലെന്ന് പറഞ്ഞിട്ട് അലറാണെങ്കിൽ പുള്ളിക്കാരി അലറോന്ന് പറഞ്ഞു. റോബിൻ ഇങ്ങനെ സംസാരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അലർന്നയാണോ ഇഷ്ടം? അയ്യോ ആരതി, അത് എന്താ കുഴപ്പമില്ല, ഒരു ചേഞ്ച് അല്ലേ മൈക്കിലൂടെ? ഒരു ചേഞ്ച് അല്ല, എനിക്ക് അലർന്നത് അത്ര. ഇത്തവണ ആരതി പറയുന്നത് നമുക്ക് കേൾക്കാം പോരെ?
ഓക്കെ, നമുക്ക് ടാസ്ക് കൊടുക്കാം. ഓക്കെ, ടാസ്ക് വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഇങ്ങോട്ട്, ആരതി ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നു, ചേർന്ന് നിന്നു, ഇവിടെ തിരിഞ്ഞ് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുന്നു. രണ്ടുപേർക്കും 2 ബോർഡ് തരും. രണ്ടുപേരുടെ മനസ്സ് നമ്മൾ തിരിച്ചറിയാൻ പോവാണ്. റെഡിയാണോ? ഓക്കെ, അപ്പൊ എന്തായാലും ആ ബോർഡ് കൊടുക്കാം. ഈ ഒരു ടാസ്ക് ഞാൻ എവിടെയോ കണ്ടുപോയിട്ട് ആ ടാസ്ക് നമ്മൾ മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് പുതിയ ടാസ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ആ ടാസ്കില് ലാലേട്ടൻ തന്ന ചെറിയ ബോർഡാണ്. ഇതാണ് വലിയ മനസ്സായതുകൊണ്ട് ആ ടാസ്ക് മറന്നോ? ഓർമ്മയില്ല. അവിടെ കാണില്ല. ഓക്കെ, തിരിഞ്ഞോ? ഓക്കെ, നൈസ്. ഇനി ഞാൻ സെന്ററിലിരിക്കാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഒന്നും പാടില്ല. ഓക്കെ, അപ്പോ റോബിന് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? രണ്ടുപേരും എഴുതാം. റോബിന് ഇഷ്ടപ്പെട്ട കളർ. നിങ്ങളല്ല റോബിന്റെ കൂടെ നിൽക്കുന്നത്. എഴുതിയ റോബിൻ എഴുതിയോ? എല്ലാവർക്കും ഒന്ന് പൊക്കി കാണിച്ചാൽ എന്നാ ശരിയാണെങ്കിൽ കൈ എടുക്കാം. ബ്ലാക്ക്. ആരതിയെ ഫസ്റ്റ് കണ്ട ഡേറ്റ്. റോബിനും ആരതിയായിട്ട് മീറ്റ് ചെയ്ത ആ ഫസ്റ്റ് ഡേറ്റ് ഏത് മാസം എത്രാം തീയതി? 1951. അത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എവിടെ? അമ്മൂമ്മയുടെ പ്രായമൊക്കെ പറയാല്ലേ? എഴുതിയോ? ജൂലൈ 8, 2022. ജൂലൈ 8. നിങ്ങൾ എന്തെങ്കിലും വയർലെസ് കണക്ഷൻ വേണം. അന്നാണ് വൈറലായിട്ടുള്ള ഇന്റർവ്യൂ നടന്നത്, അത് മറക്കാൻ പറ്റില്ലല്ലോ. അത് വല്ലാത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, റെഡിയാണോ? അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. റോബിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏറ്റവും കൂടുതൽ റോബിൻ കഴിക്കാൻ എന്താ? കടിയോ? മുട്ട പപ്സ്, കഞ്ഞി, പപ്പടം. ചേട്ടൻ ഹോട്ടലിൽ നിന്ന് എന്തോ വിശന്ന് വന്നാണെന്ന് തോന്നുന്നു. പപ്പടം, മുട്ട പപ്സ്, കഞ്ഞി. ഓക്കെ, എഴുതിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ബിരിയാണി, ചിക്കൻ ബിരിയാണി. ചിക്കൻ എന്താ എഴുതാതെ? അത് ഏത് ബിരിയാണി വേണമെങ്കിൽ പോകും അല്ലേ? അങ്ങനെ. ഓക്കെ, നൈസ്. രണ്ടും കറക്റ്റ് ആണ് ഏകദേശം. ഓക്കെ, കമോൺ. ആരതി അഭിനയിച്ച ആദ്യ പടത്തിന്റെ പേര്? ജങ്കടാകുളം. ചുമ്മാ എഴുതിക്കോ. ആരതി തെക്ക് വടക്കൻ ചെയ്തിരുന്നു എന്തൊക്കെയോ. ആരതി ഒരു ചെറിയ ക്ലൂ കൊടുത്തോ? എന്താണ് ആദ്യ അക്ഷരം? അതെങ്കിലും പറഞ്ഞു. മാക്കാൻ പറ്റില്ല. റോബിൻ ചെറുതായിട്ടൊന്ന് തോറ്റു കേട്ടോ. കുഴപ്പമില്ല. എന്താ? മണിയറയിൽ അശോകൻ. എന്താണ് ഞാൻ? ഓക്കെ, കുഴപ്പമില്ല. ശരി. എത്ര ദിവസമാണ് റോബിൻ കറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ സ്പെൻഡ് ചെയ്തത്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് നോക്കാം. ഓക്കെ, കാണിച്ചു. കമോൺ. 70 days. 70 കറക്റ്റ് ആണ്. അടിപൊളിയാണ്. മലപ്പുറത്തോണ്ട് കേട്ടോ. എന്തായാലും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീഡിയോസ് നിങ്ങളൊക്കെ ആരതി നിർത്തി കഴിഞ്ഞു. തിരിഞ്ഞോ കേട്ടോ. ആരതി വരെ അടുത്ത പറ. ഓക്കെ, അടിപൊളി. ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട്. ആരതി ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞോ. ഇനി ഒരു അവസരം ചിലപ്പോൾ ഇത്രയും വലിയ സ്റ്റേജിൽ കിട്ടണമെന്നില്ല. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ രണ്ടിടത്തും ഭയങ്കര ക്യൂരിയസ് ആണ്. എന്നുണ്ടാവും ആ ഒരു മംഗല്യം? അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? ആഗ്രഹമുണ്ടോ? എന്നുണ്ടാവും നിങ്ങളുടെ? ഞാൻ ആരതിയോട് ചോദിക്കും. എൻ്റെ ഫിലിം എല്ലാം ഡിസംബറിലായിട്ട് റിലീസാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. ഫെബ്രുവരിയിലായിട്ട് എൻഗേജ്മെന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ ഉടൻ തന്നെ കല്യാണമാണ്. അത് ഫെബ്രുവരിക്ക് നിങ്ങളാണ് ഉറപ്പിക്കുന്നത്? അത് വീട്ടുകാരെ ഉറപ്പിക്കുന്നത്? അതിന് സെക്കൻഡ്. താങ്ക് യു വെരി മച്ച്. കുറച്ച് നേരത്തെ ആക്കാൻ പറ്റുമോ? അങ്ങനെയാണോ? ഫെബ്രുവരിക്ക് മുന്നേ കല്യാണം ഉടൻ കാണാൻ പറ്റുമോ? ഫെബ്രുവരിയിൽ കാണും. ഞാൻ ഓൾറെഡി പറഞ്ഞു. എല്ലാവരും വിളിക്കില്ലേ?
എല്ലാവരും താങ്ക് യു. പിന്നെ ഇത്രയും നേരം എന്നെ സഹിച്ച എല്ലാവർക്കും 1000 നന്ദി. ഓക്കെ അല്ല ഓക്കെ അല്ലോ എന്തായാലും ഇത്ര നേരം വളരെ ശാന്തനായിട്ടല്ലേ പറഞ്ഞത്. എന്തായാലും ഒറ്റ ഒരു ഇത് മാത്രം നല്ലവർ പറയട്ടെ. സംസാരിക്കുമ്പോൾ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ ഇറങ്ങുമ്പോൾ നിങ്ങൾ മാലയം തൊട്ട് ഒന്ന് കൊണ്ടുവരും. ഓക്കെ, നീ നമ്മുടെ ബ്ലസ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് രണ്ടുപേരും ഇങ്ങോട്ടോ ഞാൻ ഗൂഗിൾ പേ കൊടുക്കാം. സോ എല്ലാവരും റോബിനെ ഒന്ന് ഫ്രീ ആക്കി ഈ 2 സോങ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാട്ടൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ നല്ലൊരു കൈഡ് തരുമോ നമുക്ക് വേണ്ടിയിട്ട്, ഈ സിംഗേഴ്സിനും മ്യൂസിഷ്യൻസിനും വേണ്ടിയിട്ട് പ്ലീസ് എല്ലാവരും നല്ലൊരു കൈഡ് എന്നൊക്കെ നല്ല പാടോടെ താങ്ക് യു. ശരി ശരി.